പട്ടാമ്പിയുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലേക്കും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കുമുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പാത പാടെ തകർന്ന വർഷങ്ങളായിട്ടും ശരിയാക്കാൻ നടപടിയില്ലെന്ന് ആക്ഷേപം. പൊതുജനങ്ങൾക്ക് മികച്ച സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്തേണ്ട അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ഓഫീസുകളിലേക്കുള്ള പ്രധാന പാതയായ TB റോഡിന്റെ അവസ്ഥയാണിത്. പട്ടാമ്പിയുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളായ നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടുന്ന മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പൊതുജനം നിത്യേന സഞ്ചരിക്കുന്ന റോഡാണിത്. ഒരു വർഷത്തിലധികം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ പാതയിലൂടെ ദുരിതയാത്ര നടത്തുകയാണ് ജനങ്ങൾ. റോഡ് ഇപ്പോ കണ്ടില്ലേ, മിനിമം ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞത് എടുക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റല്, അതേപോലെ പഞ്ചായത്ത്, ഗവൺമെന്റിന്റെ എല്ലാ സംഭവങ്ങളും വരുന്ന ഒരു റോഡാണിത്. ഇത്രയും നല്ലൊരു റോഡ് ഉണ്ടാവേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. കടക്കാർക്കുള്ള ബുദ്ധിമുട്ട്, എല്ലാ ദിവസവും വന്നിട്ട് അടിച്ചുവരിക, കഴുകുക, അതേപോലെ ഇതിനുള്ള യാത്രക്കാർക്കുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് അധികാരികൾ ചെയ്യേണ്ടത്. മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായി. കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിലൂടെയാണ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ഗർഭിണികളും രോഗികളും ആംബുലൻസുകളും കടന്നുപോകുന്നത്. ചളി നിറഞ്ഞ കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്. ആഴമറിയാത്ത കുഴിയിൽ വീണ വാഹനങ്ങളും ദേഹത്തേക്ക് ചളി തെറിച്ച് കാൽനടയാത്രക്കാരും ഒരേപോലെ ദുരിതം പേറുന്നു. യാത്രക്കാരുടെ നടുകൊടിക്കുന്ന രീതിയിൽ തകർന്നു കിടക്കുന്ന പാതയിൽ എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു വണ്ടികൾക്ക് ഇതിനെ പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പണി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ പരാതി കൊടുത്താണ്. എന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതാണ് അധികാരികളും ജനപ്രതിനിധികളും ഇതിനോടുള്ള സമീപനം. ആ TB റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട റോഡാണ്. നിരവധി ഓഫീസുകൾ, താലൂക്ക് ഓഫീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഓഫീസുകൾ, അത്രയും ജനങ്ങളെ ആശ്രയിക്കുന്ന ഈ റോഡിനെ ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും ഈ റോഡിനോടുള്ള അവഗണന ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു അന്തിമ നടപടി എടുത്തുള്ള ഈ ശക്തമായ പ്രതിഷേധത്തിനാണ് വെൽഫെയർ പാർട്ടി രൂപം കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഉപരോധ സമരം മുതലുള്ള സംഗതി രൂപപ്പെടുത്തുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സർക്കാർ ഓഫീസുകൾക്ക് പുറമെ PWD റെസ്റ്റ് ഹൌസ്, MES ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള റോഡ് കൂടിയാണിത്. കൂടാതെ പട്ടാമ്പി നഗരത്തിൽ നിന്ന് പെരുമുടിയൂർ, ആലിക്കപ്പറമ്പ്, വടക്കുമുറി തുടങ്ങിയ ഗ്രാമങ്ങളിലേക്ക് നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പാത കൂടിയാണ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. ദിവസം ഗവൺമെന്റ് ആശുപത്രിയിലേക്കൊക്കെ പാവപ്പെട്ട രോഗികളെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണിത്. മഴ പെയ്തു കഴിഞ്ഞാൽ അതിന്റെ നടക്കാൻ ഒരു മാർഗമില്ല. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് അധികാരികളൊരു മാർഗം കണ്ടെത്തണം. റോഡിലുള്ള പൈപ്പ് ലൈൻ വാൽവിന്റെ സ്ലാബ് തകർന്ന മാസങ്ങളായിട്ടും ശരിയാക്കാൻ നടപടിയായിട്ടില്ല. നിലവിൽ അപകട മുന്നറിയിപ്പ് നൽകാൻ നോ പാർക്കിങ്ങിന് വെക്കുന്ന പ്ലാസ്റ്റിക് കോണാണ് വെച്ചിരിക്കുന്നത്. വലിയൊരു ജനസമൂഹത്തിന്റെ ആശ്രയമായ പാത നവീകരിക്കാൻ പദ്ധതി വിലയിരുത്തുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പ്രവർത്തികൾ മാത്രം നടക്കുന്നില്ല. നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഏത് ഭരണാധികാരി വന്നാലും ശരി, ഈ സിവിൽ സ്റ്റേഷൻ റോഡ് എന്നും ഇതേ ഗതി തന്നെ. എത്രയോ ഹോസ്പിറ്റലിൽ പോകുന്ന സാധാരണ ജനങ്ങൾ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരടക്കം ഇതിലെ പോകുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇത് കണ്ടതായി ഭാവിക്കുന്നില്ല. എന്ത് ചെയ്യും? ആരോട് പറയാനാ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? പൊതുജനത്തെ വെറുതെ വട്ടം കറക്കുന്ന ഇത്തരം നെറികെട്ട പരിപാടി ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഒന്ന് താഴ്മയോട് അപേക്ഷിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം ഈ ഒരു റോഡ് അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ റോഡ് കൂടുതൽ തകർന്ന് യാത്രാക്ലേശം രൂക്ഷമാകുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. ഈ ചാനൽ പട്ടാമ്പി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.